ഏറ്റവും പുതിയ ടെക്നോളജി, സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സിനിമാറ്റോഗ്രഫിയുടെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഏറ്റവും പുതിയ എക്യുപ്മെൻസും ഏറ്റവും പുതിയ ടെക്നോളജിയും എവിടെയുണ്ടെന്ന് വെച്ചാൽ പ്രിയൻ സാറിൻ്റെ 4Frames-ലുണ്ട്. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ഇഫ് യു ജസ്റ്റ് നെയിം ഇറ്റ്, അദ്ദേഹത്തിൻ്റെ കയ്യിലതുണ്ട്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയാം. ലൈറ്റ്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ലൈറ്റ്സ് ഉണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ലെൻസസ് ഉണ്ട്. അത് ഇനി ഏതെങ്കിലും ഒരു ലെൻസിങ് സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ കൊടുത്താൽ അത് നാളെയോ മറ്റന്നാളോ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ്, ഇപ്പം അത് എന്നോട് നേരിട്ടല്ല, ബിക്കോസ് എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. സന്തോഷ് ശിവനെ പോലുള്ള ആൾക്കാരുടെ അവരൊരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അടുത്തിങ്ങനെ നിൽക്കാറുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി അടുത്ത് പോയി നിൽക്കും. അപ്പോൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഇതിനെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. അതിന് എവിടെയാണെന്നൊന്നുമില്ല, ഏത് കാട്ടിൽ നിന്നാലും ഏത് റോഡിൻ്റെ നാട്ടുവഴിയിൽ നിന്നാലും റോഡിൽ നിന്നാലും അവരതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് സന്തോഷ് ശിവനും പ്രിയദർശനും സംസാരിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു എസ്തെറ്റിക്സ് ഒക്കെ മാറിയിട്ട് ടെക്നോളജി ആണല്ലോ ഇതെല്ലാം. സാങ്കേതികമായ മറ്റ് പല സപ്പോർട്ടുകളുടെയും ഒപ്പമാണ് ഈ സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അപ്ഡേറ്റ് ചെയ്താൽ ആണ് എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന ബോധം അവർക്കുണ്ട്. നമുക്കും വേണ്ട അതാണ്.